ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടല്ലോ. അപ്പം ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ മദ്രസൊക്കെ വിട്ട് വന്നിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് ക്ലിപ്സൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഒരു 8:26 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നിട്ട് ചായ കുടിക്കാൻ വിചാരിച്ചു. അപ്പോൾ ചായക്ക് ഒരു കടലയിട്ടിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ഞാൻ എൻ്റെ മൂത്തമ്മാൻ്റെ വീട്ടിൽ പോയപ്പം അവിടെ കുറേ അധികം ചെടികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 തരം ചെടികൾ കാണിച്ചു വെച്ചാൽ ഫസ്റ്റത്തെ ഈ ഒരു തെച്ചി പറഞ്ഞിട്ടുള്ള ചെടിയാണ്. പിന്നെ ഇതിൻ്റെ പേരെന്താ എനിക്കറിയില്ല. ഏതായാലും ഒരു ചെടിമന്നെ 2 കളേഴ്സുള്ള പൂക്കളാണ് കേട്ടോ ഇതിലുള്ളത്. പിന്നെ ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് ഓർമ്മ വന്നത് ടു ഡു ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് നമ്മുടെ മെമ്മോ പാഡില്ല എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ടു ഡു ലിസ്റ്റ് ചെയ്താൽ വിചാരിച്ചു. അപ്പോൾ ടു ഡു ലിസ്റ്റ് ഒന്നും പറയില്ല, കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസ് ഒക്കെ കണ്ടിട്ട് എഴുതിയെടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ടു ഡു ലിസ്റ്റ് ചെയ്താണ് ഈ ഒരു പെന്നുണ്ടല്ലോ, ഇത് ഞാൻ 4ാം ക്ലാസ്സിൽ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം ഇതിന് ഇപ്പോഴൊരു പ്രശ്നമല്ല, ഞാനത് വല്ല യൂസ് ചെയ്യാറില്ല. കുറച്ച് ഏതേ ഒരു കാലത്ത് ടു ഡു ലിസ്റ്റ് ചെയ്താനൊക്കെ എടുക്കാറുള്ളൂ. അപ്പം നീ വീഡിയോ എടുക്കൽ ഏച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ അടുക്കളയിൽ പോയി നോക്കി. അപ്പം അമ്മച്ചിയുടെ പത്തിരി ചൂടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പത്തിരി കഴിക്കാമെന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട്. അതുകൊണ്ട് ഞാൻ പത്തിരിയും പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ കറിയും എടുത്തിട്ട് പുറത്തേക്ക് വന്നിരുന്നു. പിന്നെ കട്ടൻ ചായ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം വന്നിട്ട് ഞാൻ കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സാധനം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്തായാലും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പം എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ നിന്ന് ഒരു 100 രൂപ കിട്ടി. അപ്പം ഈ ഇടയ്ക്ക് നമ്മൾ മണി ബോക്സ് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ആ 100 രൂപ നമ്മൾ മണി ബോക്സിൽ ഇടാൻ വിചാരിച്ചു. അങ്ങനെ മണി ബോക്സിൽ ഇട്ടിട്ട് ഞാൻ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അതിന് ശേഷം ഞാൻ മണി ബോക്സ് എടുത്ത് വെച്ചപ്പോൾ എൻ്റെ മദ്രസത്ത് കുറച്ച് ബുക്ക് കണ്ടു. അപ്പം ആ ഒരു ബുക്കൊക്കെ പൊതിഞ്ഞിട്ട് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാണ് ഞാൻ ബുക്ക് പൊതിഞ്ഞെന്നുള്ളത്. അങ്ങനെ നോട്ട്ബുക്ക് പൊതിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അതിൽ. അതിന് ശേഷം ഞാൻ ബുക്ക് എടുത്ത് വെച്ചപ്പം എനിക്ക് എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു എൻവലപ്പ് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു അത് നമ്മുടെ ജേണൽ സപ്ലീസ് ഇല്ലേ അതിട്ട് വെക്കാമെന്ന് അതിൻ്റെ ഉള്ളിൽ. അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ അതൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ചുകൂടി ഭംഗിയാക്കി എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് ഹേർട്സൊക്കെ വരച്ചു കൊടുത്തു. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഓരോ ജേണൽ സപ്ലീസ് ഇട്ടെടുക്കുകയാണ്. അപ്പോൾ ഓരോ ജേണൽ സപ്ലീസ് ഒന്നും പറയാനല്ല, കുറച്ച് കവായി സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് തന്നത്, അത് വെച്ചുകൊടുത്തു. പിന്നെ കുറച്ച് വിൻറ്റേജ് ആയിട്ടുള്ള ജേണൽ സപ്ലീസ് വെച്ചുകൊടുത്തു. പിന്നെ കുറച്ച് എന്താ പറയുക പാറ്റേൺ പേപ്പേഴ്സ് വെച്ചെടുത്ത് ഒരു എൻവലപ്പിലാക്കിയിട്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇതുണ്ട് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റാമ്പ്സ് ഉണ്ടായിരുന്നു, അതും പിന്നെ കുറച്ച് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ആ 2 എൻവലപ്സിലിട്ട് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് വെച്ചു കേട്ടോ. പിന്നെ ഒരു കുഞ്ഞ് എൻവലപ്പിൽ കുറച്ച് ഡോട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി എൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വന്നിട്ട് അടിച്ചു തരാൻ വിചാരിച്ചു. അപ്പം അടിച്ചു തരുന്നതിൻ്റെ മെയിൻ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രൊഡക്റ്റീവ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. പിന്നെ ഈ ഒരു ചൂല് കൊണ്ടുവന്നിട്ട് 2-3 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്നോട് ഇതിലായിട്ട് അടിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഏതായാലും വീഡിയോ എടുക്കല്ലേ വിചാരിച്ചു, ഒന്ന് അടിച്ചു തരുമൊക്കെ വിചാരിച്ചു. സംഭവം കാണുന്ന പോലെയല്ല, നല്ല സുഖം ഉണ്ടായിരുന്നത് കൊണ്ട് അടിച്ചു ഞാൻ നല്ല ക്ലീനായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു എൻ്റെ റൂം മാത്രമേ ഞാൻ അടിച്ചു തരുന്നുള്ളൂ കേട്ടോ, വേറെ എവിടെയും ഞാൻ അടിച്ചു തരുന്ന നോക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ അടിച്ചു തരുമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ അടുക്കളയിൽ പോയി. വീണ്ടും അടുക്കളയിൽ പോയപ്പം എനിക്ക് അവിടെ ചോറ് കണ്ടു. അപ്പം ഞാൻ ചോറ് വയ്ക്കാൻ വിചാരിച്ചു. അപ്പം ഇന്ന് ബീഫ് കറിയും പപ്പടവും ഉള്ളായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ബീഫ് കറി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ബീഫിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് വരട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കഴിച്ചു. അപ്പോഴേക്കും ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ബാങ്ക് കൊടുത്തതിന് ശേഷം ഞാൻ വന്നിട്ട് നിസ്കരിക്കുകയാണ്. നിസ്കരിച്ചിട്ട് കുറച്ച് തസ്ബീഹൊക്കെ ചൊല്ലിയിരുന്നു. അതിന് ശേഷം ഞാൻ ജേണൽ എഴുതിയിട്ടുണ്ട്, 2 ജേണൽ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പോൾ ഒരു പർപ്പിൾ തീമിലുള്ള ഒരു ജേണലും പിന്നെ ഒരു ബ്ലൂ തീമിലുള്ള ഒരു ജേണലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വന്നിട്ട് നമ്മുടെ ടു ഡു ലിസ്റ്റിൽ എല്ലാത്തിനും ടിക്ക് ചെയ്തെടുക്കുകയാണ്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പം ഇതായിരുന്നു നമ്മുടെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക.